എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രൈസിങ് സ്ട്രാറ്റജികളെ പറ്റിയാണ്. പല ആളുകളും ചോദിക്കാറുള്ളൊരു കാര്യമാണ്, ബിസിനസ്സിൽ എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്ന അവസ്ഥയാണ്, ഉൽപ്പന്നത്തിനോ സേവനത്തിനോ വിലയിടുന്ന സമയം എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പൊതുവേ അറിയാവുന്ന കാര്യമാണ്, നമ്മൾ കോസ്റ്റിംഗ് ഒക്കെ നോക്കണം, കോമ്പറ്റേറ്റർ പ്രൈസിങ് നോക്കണം, ഇതിനെയൊക്കെ കൺസിഡർ ചെയ്ത് മാർക്കറ്റിൽ അതിൻ്റെ ഒരു ഫീസിബിലിറ്റി വയബിലിറ്റി ഒക്കെ നോക്കി തന്നെ വേണം ചെയ്യാൻ, നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവണം ബിസിനസ്സിൽ നിന്നൊക്കെ ഉള്ളത്. എന്നാലും നമ്മൾ ആ വിഷയത്തെപ്പറ്റി കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിലേക്ക് പോവുകയാണ്. ഈ പ്രൈസിങ് സ്ട്രാറ്റജികൾ ഏതൊക്കെയാണ് കോമൺ ആയിട്ടുള്ളത്, എന്താണ് അതിൻ്റെ ഒരു വ്യത്യാസം, കാരണം എന്തൊക്കെ കാര്യങ്ങൾ അതിലേക്ക് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്, ഇതെല്ലാം വെച്ചുകൊണ്ട് പല കമ്പനികളും പ്രൈസിങ് ചെയ്ത രീതികൾ എന്താണ്, ഇത് മനസ്സിലാക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെയൊക്കെ പ്രൈസിങ് മോഡൽ ഏതെങ്കിലുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഒരു 6 പ്രൈസിങ് സ്ട്രാറ്റജികൾ കോമൺ ആയിട്ട് കാണുന്നതിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഏറ്റവും ആദ്യം സംസാരിക്കുന്നത് കോസ്റ്റ് പ്ലസ് പ്രൈസിങ് എന്ന് പറയുന്ന മെത്തേഡിനെ പറ്റിയാണ്. ഇത് ഒരു അമേരിക്കയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള കോസ്റ്റ് പ്ലസ് ഡ്രഗ്സ് എന്ന് പറയുന്ന കമ്പനി, പലർക്കും പരിചിതമായിരിക്കും. ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്, ടെക്സാസ് ബേസ് ചെയ്തിട്ടുള്ള അമേരിക്കൻ കമ്പനി. അതൊരു പബ്ലിക് കോർപ്പറേഷനായിട്ടുള്ളൊരു കമ്പനിയാണ്. അതിന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഇടനിലക്കാരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരു കോസ്റ്റ് പ്ലസ് എന്ന് പറയുമ്പോൾ അതിന് എത്ര ചിലവുണ്ടോ അതിൻ്റെ കൂടെ ഒരു മാർജിനും കൂടി ഇട്ടുകൊണ്ട് വിൽക്കുന്ന രീതി, അതായത് ഒരു മാർക്കപ്പ് എന്ന് പറയുന്ന രീതി. നമ്മുടെ ടോട്ടൽ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു യൂണിറ്റിന് എന്ത് ചിലവ് വരുന്നു, നമ്മൾ കോസ്റ്റിങ് കറക്റ്റായിട്ട് എടുത്തു കഴിയുമ്പോൾ നമുക്ക് വരുന്ന ചിലവ് എന്താണെന്നറിയാലോ, അതിൻ്റെ കൂടെ ഒരു മാർക്കപ്പ്, അത് ഓരോരുത്തരും തീരുമാനിക്കലാണ്. ചിലർക്ക് 5% ആയിരിക്കും, 10% ആയിരിക്കും, അങ്ങനെ ഒരു വാല്യൂ അഡീഷനും കൂടെ ചെയ്തുകൊണ്ട് പ്രൈസ് ചെയ്യുന്ന രീതി. ഇത് പലപ്പോഴും കോമോഡിറ്റീസിൻ്റെ അകത്ത്, ലോ വാല്യൂ പ്രൊഡക്ട്സ് സർവീസിൻ്റെ അകത്തൊക്കെ ചെയ്യുന്നൊരു മെത്തേഡാണ്. നമ്മളിത് കാണുന്ന ആളുകളിൽ വില കുറച്ച് വിൽക്കുക അല്ലെങ്കിൽ ചെറിയ തോതിലുള്ള സാധനങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ഒരു പക്ഷേ ഫോളോ ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് കോസ്റ്റ് പ്ലസ് പ്രൈസിങ് എന്ന് പറയുന്ന മെത്തേഡ്. രണ്ടാമത്തെ ഒരു മെത്തേഡാണ് കോമ്പറ്റീറ്റീവ് പ്രൈസിങ് എന്ന് പറയുന്ന മെത്തേഡ്. ഇത് ശരിക്കും പറഞ്ഞാൽ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസുകളും കൂടെ നോക്കി അതിനെ കണക്ട് ചെയ്തുകൊണ്ട് കോമ്പറ്റീഷനിൽ നിലനിൽക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന പ്രൈസിങ് മെത്തേഡാണ്. ഇവിടെ കോസ്റ്റിങ് മറ്റ് ഫാക്ടേഴ്സൊക്കെ മേ ബി എടുത്തിട്ടുണ്ടാവും, പക്ഷേ എപ്പോഴും ഈ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഒരു അസസ്മെൻറ്റ് ചെയ്ത് പ്രൈസിങ്ങിൽ വ്യത്യാസം വരുത്തിക്കൊണ്ടിരിക്കും. ഇങ്ങനെയാണ് നൈക്കി, അഡിഡാസ് പോലുള്ള കമ്പനികൾ ചെയ്യുന്നത്. അവരൊക്കെ പരസ്പരം കോമ്പറ്റ് ചെയ്യുന്ന മെയിൻ ബ്രാൻഡുകൾ തമ്മിൽ നോക്കി ഏകദേശം അതിനെ കണക്ട് ചെയ്തിട്ടാണ് പ്രൈസിങ് സ്ട്രാറ്റജികൾ ചെയ്യാറുള്ളത്. മൂന്നാമത്തെ ഒരു പ്രൈസിങ് മെത്തേഡാണ് പ്രൈസ് സ്കിമ്മിങ് എന്ന് പറയുന്ന മെത്തേഡ്. പ്രൈസ് സ്കിമ്മിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യലി ഹൈ പ്രൈസ് സെറ്റ് ചെയ്യും. പുതിയ പ്രൊഡക്റ്റൊക്കെ ലോഞ്ച് ചെയ്യണ സമയത്ത് വലിയ പ്രൈസിങ് സെറ്റ് ചെയ്യും. ഗ്രാജുവലി അതിൻ്റെ ഡിമാൻഡ് കുറഞ്ഞു വരുന്നതനുസരിച്ച് പ്രൈസ് കുറച്ച് കൊണ്ടുവരും. ഇപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് എക്സാമ്പിൾ വന്നു കഴിഞ്ഞ് കാണും ആപ്പിളിൻ്റെ കാര്യം, അല്ലേ? ഐഫോണുകളുടെ ഓരോ സീരീസ് വരുമ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പുതിയ മോഡൽ ഇറങ്ങുമ്പോൾ അതിനാദ്യം ഹൈ പ്രൈസ് ആയിരിക്കും, അതിന് ശേഷം വരുന്ന മോഡലുകൾ വരുമ്പോൾ ക്രമേണ മുൻ മോഡലുകൾക്ക് പ്രൈസ് കുറച്ച് കൊണ്ടുവരുന്ന രീതി. ഈ ഒരു കോൺസെപ്റ്റ് പ്രത്യേകിച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ കൊണ്ടുവരുന്ന കമ്പനികൾ ഏർലി അഡോപ്റ്റേഴ്സിന്, ആദ്യം അത് കൈക്കലാക്കുന്ന ആളുകൾക്ക് ഒരു പ്രീമിയം എടുത്ത് തന്നെയായിരിക്കും വിൽക്കുന്നത്. അവരതൊരു പ്രിവിലേജ് ആയിട്ടായിരിക്കും കാണുന്നത്. ആപ്പിളും ടെസ്ലയും ഒക്കെ പോലത്തെ കമ്പനികൾ പ്രൈസ് സ്കിമ്മിങ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. നാലാമത്തെ കാര്യം പെനിട്രേഷൻ പ്രൈസിങ് എന്ന് പറയുന്ന മെത്തേഡാണ്. നമുക്ക് മാർക്കറ്റിലേക്ക് ഈ പ്രൊഡക്റ്റ് ശക്തമായിട്ട് എത്തണം, ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലണം, അതിനുവേണ്ടി ചെയ്യുന്ന ഒരു പ്രൈസിങ് മെത്തേഡാണ്. അപ്പോൾ ഇനീഷ്യലി പല സമയങ്ങളിലും വളരെ ലാഭകരമായ രൂപത്തിൽ ലോ ഇനീഷ്യൽ പ്രൈസ് സെറ്റ് ചെയ്ത് മാർക്കറ്റ് ഷെയർ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം പിന്നീട് ഹൈ പ്രൈസിങ് ചെയ്യുന്ന രീതിയായിരിക്കും. നമ്മളിന്ന് കാണുന്ന OTT പ്ലാറ്റ്ഫോമുകൾ, നെറ്റ്ഫ്ലിക്സും ആമസോൺ പ്രൈമും ഒക്കെ പലപ്പോഴും യൂസ് ചെയ്യുന്ന മെത്തേഡ് അതാണ്. ചെറിയ എമൗണ്ടിന് ആദ്യം നമ്മളേക്കൊന്ന് ഉപയോഗിച്ച് അതിലേക്ക് എത്തിപ്പിക്കും, അതിനുശേഷം പിന്നെ അവർ പ്രീമിയം സെല്ല് ചെയ്യുന്ന രൂപത്തിലേക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ഈ പ്രൈസ് സ്കിമ്മിങ് എന്ന് പറയുന്ന മെത്തേഡ്. അഞ്ചാമത്തെ മെത്തേഡ് സർജ് അഥവാ ഡൈനാമിക് പ്രൈസിങ് എന്ന് പറയുന്ന മെത്തേഡാണ്. ഇവിടെ ഡിമാൻഡിൻ്റെയും സപ്ലൈൻ്റെയും ബേസ് ചെയ്തുകൊണ്ട് പ്രൈസിങ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. പ്രൈസ് ഹൈ ഡിമാൻഡ് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി കൂടും, ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിമാൻഡ് കുറവുള്ള സമയത്ത് ലോ ഡിമാൻഡിങ് പീരീഡിൽ കുറച്ചും വയ്ക്കും. നമ്മുടെ ഊബറൊക്കെ ചെയ്യണ കാര്യം അറിയാമല്ലോ. ഊബർ, അതുപോലെ സൊമാറ്റോ, ലിഫ്റ്റ് എന്നൊക്കെ പറയുന്ന കമ്പനിയൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. ഊബറിലൊക്കെ നമ്മൾ കാണുന്ന കാര്യമാണ്. തിരക്ക് ഡിമാൻഡ് കൂടുതലുള്ള സമയത്ത്, റഷുള്ള പീരീഡിലൊക്കെ അവരുടെ പ്രൈസിങ്ങിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഡിമാൻഡിനെ ബേസ് ചെയ്തുകൊണ്ട് പ്രൈസിങ് മാറ്റുന്ന രീതിയാണ് സർജ് അഥവാ ഡൈനാമിക് പ്രൈസിങ്. ആൻഡ് ഫൈനലി ആറാമത് വാല്യൂ ബേസ്ഡ് പ്രൈസിങ് എന്ന് പറയുന്ന കാര്യം. ഇതൊക്കെയാണ് ശരിക്കും സംരംഭകർ നന്നായിട്ട് തിരിച്ചറിയേണ്ടതും. ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പൊസിഷനിങ്ങും അതിൻ്റെ അകത്ത് ഒരു ക്വാളിറ്റി, പ്രീമിയം എല്ലാം മെയിൻറ്റെയിൻ ചെയ്താൽ ഒരു സ്ഥാപനത്തിന് കിട്ടാവുന്നത് ഈ വാല്യൂ ബേസ്ഡ് പ്രൈസിങ്ങും കൂടിയാണ്. ഉദാഹരണം പറഞ്ഞാൽ റോളക്സ് പോലുള്ള കമ്പനികൾ
അത് ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ എല്ലാ ക്വാളിറ്റി സ്പെക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വേറെ പല ബ്രാൻഡുകൾക്കും ചിലപ്പോൾ അതിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ കിട്ടാനുണ്ടാവും. പക്ഷേ ആ ഒരു വാല്യൂ ഉണ്ടല്ലോ, ഒരു പെർസീവ്ഡ് വാല്യൂ, അത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രീമിയം, ഇതിനെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതിനൊരു വാല്യൂ ഇടുന്ന രീതിയാണ് ഈ വാല്യൂ ബേസ്ഡ് പ്രൈസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ വളരെ നല്ല രീതിയിൽ പൊസിഷൻ ചെയ്ത് എല്ലാ കാര്യത്തിലും ഒരു പ്രീമിയം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു വാല്യൂ തരാൻ കസ്റ്റമർ തയ്യാറാവും. അങ്ങനെ ഉള്ള പ്രൈസിങ് മെത്തേഡാണ് വാല്യൂ ബേസ്ഡ് പ്രൈസിങ്. ഇനി നിങ്ങൾ നോക്കുക, നിങ്ങളിതിൽ ഏത് പ്രൈസിങ് മെത്തേഡാണ് കൺസിഡർ ചെയ്യണത്. ചിലപ്പോൾ ഇതിൻ്റെ പലതിൻ്റെയും മിക്സാണോ, അത് ഏതെങ്കിലും ഒന്ന് സ്പെസിഫിക് ആയിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടോ. കോമൺ ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കാൻ എളുപ്പത്തിൽ മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഈ 6 ടൈപ്പ് ഓഫ് പ്രൈസിങ് സ്ട്രാറ്റജികൾ നമ്മൾ സംസാരിച്ചത്. താങ്ക് യു.